ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂട്ടത്ത് ഈ ഒരൊറ്റ കറി മാത്രം മതി, നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 സാലഡ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാമേ. ഇവിടെ ചതുര കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാമേ. ഈ സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല മക്ഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത ഈ കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം വെള്ളരിക്കെല്ലാം വെന്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി അരച്ച പേസ്റ്റ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. കുറച്ച് ഒരു തിക്ക് പരുവമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തിക്ക് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചൂടിൽ തന്നെ ഈ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ചൂടിൽ തന്നെ റെഡി ആയിക്കൊള്ളും. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് കടുക് വറക്കണം. നമുക്കിനി കടുക് വറുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടാത്തവർക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കില്ല കേട്ടോ. അതിൽ പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഈ സമ്മർ കാലത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും, അതുപോലെ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ തന്ന് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.